ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും അനുസരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുവാൻ മനസ്സില്ലാത്തവർക്ക് ഒരിക്കലും ആത്മീയ നന്മകൾ അനുഭവിക്കുവാൻ സാധ്യമല്ല. വാസ്തവത്തിൽ എന്താണ് അനുസരണം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വേറൊരാളുടെ ആജ്ഞയ്ക്കും അധികാരത്തിനും കീഴ്പ്പെടുന്ന അവസ്ഥയ്ക്കാണ് അനുസരണം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുവാൻ പലർക്കും താല്പര്യമില്ല. എല്ലാവർക്കും സ്വന്തം ഇഷ്ടപ്രകാരം ആലോചനപ്രകാരം ജീവിക്കണം എന്നാണ് ആഗ്രഹം. അത് ആദാമ്യ സ്വഭാവമാണ്. എന്നാൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, മക്കൾ അപ്പനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ആജ്ഞയ്ക്കും അധികാരത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ സഭാ നടത്തിപ്പുകാരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആജ്ഞയ്ക്കും അധികാരത്തിനും കീഴ്പ്പെട്ടു പോവുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാലും അതുതന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും അരുളപ്പാടുകൾക്കും ദൈവത്തിൻ്റെ ആജ്ഞകൾക്കും അധികാരത്തിനും ഒക്കെ സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടു പോവുക എന്നാണ് നാം മനസ്സിൽ ആക്കേണ്ടത്. അതായത് അനുസരണം ഇല്ലാതെ സഭാജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും ഒന്നും ശരിയായ നിലയിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അനുസരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അനുസരിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം നാം പഠിച്ചാൽ, ക്രിസ്തുവിൻ്റെ ബാല്യകാലം തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 2:51 പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് നാം കാണുന്നു. യേശു മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. യേശുവിൻ്റെ അനുസരണം, കുടുംബത്തിൽ ഉള്ള അനുസരണം അവിടെ വ്യക്തമാണ്. യേശു ആത്മീയമായി വളർന്നു, പൂർണ്ണത പ്രാപിച്ചു, നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി. അതെല്ലാം ഈ അനുസരണം പഠിച്ച് തികഞ്ഞവനായതുകൊണ്ടാണ്. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിട്ട് മാറി. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരിക്കുവാൻ ആണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. മത്സരം എന്നുള്ളത് അനുസരണത്തിൻ്റെ നേരെ വിപരീതമായ ഒരു പദമാണ്. മത്സരിക്കുക, അനുസരിക്കുക. ഒന്നുകിൽ നാം മത്സരികളാണ്, അല്ലെങ്കിൽ നാം അനുസരിക്കുന്നവരാണ്. നാം തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിൽ അനുസരണമാണോ അതോ മത്സരമാണോ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും വിലയിരുത്തണം. ദൈവത്തോട് വേണമെങ്കിൽ നമുക്ക് മത്സരിക്കാം, പക്ഷേ ദൈവത്തോട് മത്സരിച്ച് ഈ ഭൂമിയിൽ ജയിച്ചിട്ടുള്ള ആരും ഉണ്ടാവില്ല. എന്നാൽ ദൈവത്തെ അനുസരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കാം. അതുകൊണ്ടാണല്ലോ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന വേദനയോടെ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനുസരിച്ചാൽ, ദേശത്ത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചാൽ ദേശത്തിലെ നന്മ അനുഭവിക്കും എന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം ദൈവിക നന്മകൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയണം. കുടുംബത്തിൽ അനുസരണം ആരംഭിക്കണം. സഭയിൽ അനുസരണം പ്രായോഗികമാക്കണം. ദൈവത്തെ അനുസരിക്കുവാൻ ഏതെല്ലാം കാര്യങ്ങളിൽ നാം കടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നാം അനുസരിപ്പാൻ തയ്യാറാകണം. അനുസരിക്കുന്നത് നമ്മെ ഉയർച്ചയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാനാവിലെ വിരുന്നു വീട്ടിൽ യേശു പറഞ്ഞത് അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് അവിടുത്തെ ആ പോരായ്മകൾ പരിഹരിക്കപ്പെട്ടത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞത് യേശുവിൻ്റെ അമ്മ മറിയയായിരുന്നു. എന്നാൽ അവൻ കൽപ്പിച്ചത് കേൾക്കുവാനും അനുസരിക്കുവാനും
തയ്യാറായിട്ട് നിന്ന ആ ശുശ്രൂഷക്കാർ നിമിത്തം ആ വീട്ടിലെ പോരായ്മകൾ, നിന്ദകൾ ഒക്കെ മാറിപ്പോകുന്നത് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയും അനുസരണം നടിക്കുകയും അവൻ ചെയ്യുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയപൂർവ്വമുള്ള അനുസരണം, അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് നാം നമ്മെ തന്നെ പരിശോധിക്കുക. എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുസരിക്കുന്നുണ്ടോ? എൻ്റെ സഭയിൽ ഞാൻ അനുസരണമുള്ള ഒരു വിശ്വാസിയാണോ? അതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ അനുസരണം കാണിക്കുന്നുണ്ടോ? അനുസരണം പഠിക്കുക, അനുസരിക്കുക. അങ്ങനെ അനുസരണം പഠിച്ച് നിത്യരക്ഷയ്ക്ക് യേശു കാരണഭൂതനായിട്ട് മാറിയതുപോലെ അനുസരിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കും സ്വായത്തമാക്കാം. കർത്താവായ ദൈവമേ, മത്സരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും എന്നെഴുതിയിരിക്കുന്ന വചനം ഞങ്ങൾ ഓർക്കുമ്പോൾ അനുസരിക്കുന്നവർ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ അവകാശപ്പെടുത്തും എന്ന ഉറപ്പോടെ ദൈവത്തെ അനുസരിപ്പാൻ, വചനമനുസരിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ഞങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം മേഖലകളിൽ അനുസരണം പ്രകടിപ്പിക്കേണ്ടതുണ്ടോ, അനുസരണം കാണിക്കേണ്ടതുണ്ടോ അവിടെയെല്ലാം അനുസരിപ്പാൻ സഹായിക്കണം. മത്സരത്തിൻ്റെ ആത്മാവ് വചനം കേൾക്കുന്ന ആരിലും ഉണ്ടാകരുത്. അതെല്ലാം ദൈവമേ എല്ലാവരിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.